ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ട്വിങ് ടോക്കീസ്. അപ്പം ഗൈസ്, കുറേ ആയില്ല ഈ ഒരു പറച്ചിൽ കേട്ടിട്ട്. നമ്മളും കുറേ വീഡിയോ ഇട്ടിട്ട്. പിന്നെ ഇന്ന് ഒരു സ്പെഷ്യലാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ അല്ലൂസിൻ്റെ സ്കൂളത്തെ ആനുവൽ ഡേ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് എന്തായാലും വീഡിയോ എടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലൂസിൻ്റെ ഡാൻസും പാട്ടും ഒക്കെ ഉണ്ട്. പിന്നെ അല്ലൂസ് ഒന്ന് ആദ്യം ഒരു സിംഗിൾ ഡാൻസ് കളിക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ കളിക്കുമെന്നൊന്നും അറിയില്ല. അപ്പം എന്തായാലും അടിപൊളി ആക്കുമായിരിക്കും. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കാര്യങ്ങളുണ്ട്. പിന്നാണെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നിങ്ങളല്ലാണ്ട് വേറെ ആരാണ് നമുക്ക് സപ്പോർട്ട് ചെയ്യാനുള്ളത്? അപ്പോൾ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം നേരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പം നേരെ വീഡിയോ. വേദിയിൽ ആക്ഷൻ സോങ്ങുമായി UKG വിദ്യാർത്ഥികളായ ആയുഷ് മാധവ്, ധ്യാൻ, മുഹമ്മദ് ആയിഫ് TK, മുഹമ്മദ് സയാൻ TK, ഐദിൻ ഖാദർ ആൻഡ് അൽതാഫ് ബിൻ ഹാറൂൺ. Congratulations students. ഗൈസ്, ഇനിയുള്ളത് നമ്മുടെ അല്ലൂസിൻ്റെ സിംഗിൾ ഡാൻസ് ആണ് കേട്ടോ. അവന് ഫസ്റ്റ് ടൈമാണ് സിംഗിൾ ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. Congratulations അൽതാഫ്. വേദിയിൽ സിനിമാറ്റിക് സിംഗിൾ ഡാൻസ് അവതരിപ്പിച്ചത് UKG വിദ്യാർത്ഥിയായ അൽതാഫ് ബിൻ ഹാറൂൺ. വേദിയിൽ സിനിമാറ്റിക് ഗ്രൂപ്പ് ഡാൻസുമായി KG വിദ്യാർത്ഥികളായ ഐദിൻ ഖാദർ, അയ്യാൻ മുഹമ്മദ്, മുഹമ്മദ് ആയിഫ്, ധ്യാൻ, മുഹമ്മദ് സയാൻ TK, ഐദിൻ MV, മുഹമ്മദ് ഹൈസാൻ, മുഹമ്മദ് കെലിൻ, റഷ്ദാൻ സുജാദ്, അൽതാഫ് ബിൻ ഹാറൂൺ. On the stage, cinematic dance.
മാർവലസ് പെർഫോമൻസ്. വേദിയിൽ സിനിമാറ്റിക് ഡാൻസ് അവതരിപ്പിച്ചത് KG വിദ്യാർത്ഥികളായ അൽതാഫ് ബിൻ ഹാറൂൺ, റഷ്ദാൻ സജാദ്, മുഹമ്മദ് ഖലീൽ, മുഹമ്മദ് ഹൈസ.
ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പം കുറച്ച് നേരം അവിടെ ബ്രേക്ക് കൊടുത്തതാണ് ഡാൻസിനൊക്കെ. അപ്പോൾ ഇനി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് ബാക്കി പരിപാടിയൊക്കെ. ഇവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ ഗൈസ്. പല്ലൂസിൻ്റെ സ്കൂളിൽ നിന്ന് കേട്ടോ ഇന്നത്തെ ഫുഡൊക്കെ. അപ്പം ഇന്ന് സദ്യയാണ്. അപ്പം ഭയങ്കര ആൾക്കാർ നിറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ഒരാൾ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അടുത്ത ആൾ ഇരിക്കണം. അപ്പോൾ ഇനി നമുക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ ഗൈസ് നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ഒരു ആനുവൽ ഡേയുടെ മെയിൻ ഗസ്റ്റ് ആയിട്ടുള്ള സുർമി വയനാട് എന്ന് പറഞ്ഞിട്ടുള്ള പട്ടൂർമാലിൻ്റെ തന്നെ വിന്നറായിട്ടുള്ള താത്തൻ്റെ സോങ്ങാണ് കേട്ടോ. അടിപൊളിയാണ് ഗൈസ് സോങ് എല്ലാം കേൾക്കാനായിട്ട്. എന്നിട്ട് കുട്ടികളൊക്കെ സ്റ്റേജിൽ നിന്ന് ഡാൻസൊക്കെ കളിക്കുകയാണ് കേട്ടോ ഗൈസ്. ഞാൻ ഈ ഒരു താത്തൻ്റെ ഇന്നത്തെ ഇവിടെ നിന്ന് പാടിയ പാട്ടുകളൊക്കെ ഞാൻ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ആനുവൽ ഡേയിൽ കുട്ടികളെ എല്ലാ പരിപാടിയൊന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കോപ്പിറൈറ്റും ഇഷ്യൂസൊക്കെ വരും. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പാട്ടും ഡാൻസൊക്കെ ഞാനിവിടെ ഇൻക്ലൂഡ് ആക്കുന്നുള്ളൂ കേട്ടോ ഗൈസ്. ഇനി നമുക്ക് നേരെ ഇവരെ പാട്ട് കേട്ടിട്ട് വന്നാലോ.
അധ്യാപകർ പുതിയ പാട്ടുകാരെ കൊണ്ടുവരും. അതിൻ്റെ പിറ്റത്തെ വർഷം അങ്ങനെ വരും. അങ്ങനെ വന്ന് എല്ലാവരും പാട്ടും കാര്യങ്ങളായിട്ട് പോകും. നിങ്ങളും അത് ആസ്വദിക്കും. അപ്പോഴത്തേക്ക് എന്നെ മറന്നു കാണും. പക്ഷേ അതിന് മുമ്പായിട്ട് എന്നെ ഓർക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ നല്ല ചെയ്തിട്ട് പോകണ്ടേ. ചെയ്യാന്ന് വെച്ചാൽ എൻ്റെ വാക്കുകൾ കൊണ്ട് ഇതിവിടെ സംസാരിക്കേണ്ടി വരുന്നത് നമ്മുടെ ഈ കുട്ടികളെ കേൾക്കാൻ വേണ്ടി മാത്രമാണ്. കഴിഞ്ഞ മാസം ഞാൻ ഈരാറ്റുപേട്ടയിലെ ഒരു പ്രോഗ്രാമിന് പോയി. അതിങ്ങനെ സുഖമില്ലാത്ത കുട്ടികളെന്ന് പറഞ്ഞാൽ കുട്ടികളും കുറച്ച് വലിയ ആളുകളുള്ള ഒരു സ്ഥാപനത്തിലായിരുന്നു പോയിരുന്നത്. അവിടെ പാട്ടൊക്കെ പാടി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഉസ്താദുമാർ അവിടുത്തെ നോക്കിക്കൊണ്ട് നടക്കുന്ന ആൾക്കാർ എന്നോട് പറഞ്ഞു, അപ്പുറത്ത് കുറച്ച് ഉമ്മമാരും ഉപ്പമാരൊക്കെ താമസിക്കുന്നുണ്ട്, അവരെയൊക്കെ ഒന്ന് പോയി കാണാമെന്ന് പറഞ്ഞു. ഒരു അനാഥാലയമാണ് കേട്ടോ. അവിടെ ഞാൻ ചെന്നു, അവരൊക്കെ കണ്ടു. അപ്പം ഈ ജനലിൻ്റെ ഇടയിലൂടെയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, പാട്ടും കേട്ടിട്ടുണ്ട്. ഞാൻ ചെന്നപാടെ എനിക്ക് വേഗം കൈയൊക്കെ തന്നു. അതിൽ ഒരു ഉമ്മ എന്നോട് പറയണേ, ഞാനിവിടെ സ്ഥിരം നിൽക്കാൻ വന്നോന്നല്ല, ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല എന്നോട്. പാവോ അത് പറയല്ലോ, ഞാനിവിടെ സ്ഥിരം നിൽക്കാൻ വേണ്ടി വന്നതല്ല, നമ്മളെ മക്കൾ കേൾക്കേണ്ട കാര്യമാണ് കേട്ടോ. ഞാൻ ഇവിടെ സ്ഥിരം നിൽക്കാൻ വേണ്ടി വന്നതല്ല, ഞാൻ ഇവിടെ എന്താ പറയുക, ഒരു മോനുണ്ട്, അവനെ നോക്കാൻ വേണ്ടി വന്ന എൻ്റെ മക്കൾ കൂട്ടിക്കൊണ്ടു പോകും. എൻ്റെ മോള് ടീച്ചറാണ്, എൻ്റെ മകൻ ഡോക്ടറാണ്, ഗൾഫിലാണ് എന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ കേട്ടപ്പോൾ സന്തോഷമായി. അവർ വരുമല്ലോ, കൂട്ടിക്കൊണ്ടുപോകുമല്ലോ എന്നില്ല. അങ്ങനെ ദിവസങ്ങൾ എന്താ പറയുക, മാസങ്ങളൊക്കെ കഴിഞ്ഞു. 2 വർഷമായി കാത്തിരിക്കുകയാണ് മക്കൾ വരുമ്പോൾ എന്ന പ്രതീക്ഷയോടുകൂടി കൂട്ടിക്കൊണ്ടുപോകാം. ഞാനത് കേട്ട് സന്തോഷത്തിന് ഞാൻ അങ്ങോട്ട് പോയപ്പം അവിടുത്തെ ഒരു ഉസ്താദ് എന്നോട് പറഞ്ഞു, അത് മോളെ അതിനിവിടെ ഇട്ടേച്ച് പോയതാണ്. ഇതന്നെയാണ് എല്ലാവരുടെയും അവസ്ഥ, ഇവിടെ തന്നെ ആക്കി പോയിരിക്കുകയാണ് അവരൊക്കെ. നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നേ? അവരിവിടെ ആക്കി പോയതാണ്. പിന്നെ നമ്മൾ അതിനൊരു സമാധാനത്തിന് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇങ്ങനെ ഈ കുട്ടിയെ നോക്കാൻ വേണ്ടി നിർത്തിയതാണ്. കുട്ടിയെന്നല്ല, ഒരു വലിയൊരാളായിട്ടുണ്ട് കേട്ടോ, ഒരു വീൽ ചെയറിൽ ഇരിക്കുകയാണത്. അതിന് നോക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. നിങ്ങളെ മക്കൾ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞു. അപ്പം ഇതിന് ഒന്ന് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, ഏതൊരു മാതാപിതാക്കളും ഒരുപാട് കഷ്ടപ്പെട്ട് ലക്ഷങ്ങൾ മുടക്കി ടീച്ചറാക്കുന്നു, എൻജിനീയറാക്കുന്നു, ഡോക്ടറാക്കുന്നു, ഇങ്ങനെ എല്ലാ സ്ഥാനത്ത് എത്തിച്ചു കഴിഞ്ഞ് ആ മക്കൾ വളർന്ന് വലുതായി ജോലിയെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ കല്യാണം കഴിച്ച് മക്കളൊക്കെ ആയി കഴിയുമ്പോൾ പിന്നെ അവർക്ക് മാതാപിതാക്കൾ ഒരു ഭാരമായി മാറുകയാണ്. അവർ വീണ്ടും ഈ മാതാപിതാക്കളെ ഒരു അനാഥാലയത്തിൽ വൃദ്ധാലയത്തിലൊക്കെ കൊണ്ടുവിടുകയാണ് അല്ലേ? അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഞാനിതിവിടെ പറയുന്നത് തന്നെ നമ്മുടെ മക്കളൊക്കെ കേൾക്കാൻ വേണ്ടിയാണ്. അവർക്കൊന്നും അറിയില്ല. ഇന്നലെ ഇതേപോലെ തന്നെ അരീക്കോട് ഒരു സ്കൂളിൽ ഞാൻ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു അവരോട്, കുട്ടികളോട്, നമ്മൾ ആദ്യമായി നമുക്കൊരു വിഷമവും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? കുട്ടികൾ അവർ ഉമ്മാനോടും ഉപ്പാനോടെന്ന് പറഞ്ഞു. ഞാൻ അവരോട് പ്രാർത്ഥിക്കില്ലല്ലോ, പ്രാർത്ഥിക്കുന്നത് ആരോടാന്ന് വെച്ചു. അവർക്കൊരു എന്ന് പറഞ്ഞിട്ട് ഒരാൾ മുകളിലേക്ക് നോക്കി. ഞാൻ പറഞ്ഞു, നമ്മൾ ദൈവത്തിനോടാണ് പ്രാർത്ഥിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മളെ വിഷമങ്ങൾ നമ്മൾ പങ്കുവയ്ക്കുന്നത് നമ്മളെ ഉമ്മമാരോടാണ് അല്ലെങ്കിൽ അമ്മമാരോടാണ്. കാരണം അത് വിചാരിച്ച് നമ്മൾ ബാപ്പമാരെ നമ്മൾ മാറ്റി നിർത്തുകയല്ല, നമ്മൾ ഉമ്മമാരോടായിരിക്കും നമ്മൾ ഫസ്റ്റ് കാര്യങ്ങൾ വിഷമങ്ങൾ പങ്കുവയ്ക്കുക. അതിനുശേഷം നമ്മൾ ഉപ്പമാരോട് കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെയാണ്. അപ്പം അള്ളാഹ് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ സ്ഥാനം കൊടുക്കുന്നുണ്ട് നമ്മളെ ഉമ്മയ്ക്ക്, നമ്മളെ വിഷമങ്ങൾ പറയും. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാ ഉമ്മമാർക്കും വേണ്ടി ഞാൻ ഈ 2 പേര് ചിത്ര ചേച്ചി പാടി ഹിറ്റാക്കിയ ഒരു ഗാനാണ് ഞാൻ ഇവിടെ പാടുകയാണ്. ഞാൻ സംസാരിച്ചത് ഓവറായെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കയ്യടി തരാം. താങ്ക് യു. ഗൈസ്, എങ്ങനെയുണ്ട് നമ്മുടെ സുർമി വയനാട് എന്ന് പറഞ്ഞിട്ടുള്ള ഈത്താത്തൻ്റെ സോങ്? നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഈത്താത്ത നമുക്കിവിടെ വന്നിട്ട് പാട്ട് മാത്രമല്ല പാടി തന്നത്, നല്ലൊരു മോറലും കൂടിയാണല്ലേ തന്നത്. പേഴ്സണലി എനിക്ക് അത് നല്ലോണം എൻ്റെ മനസ്സിൽ അങ്ങോട്ട് ടച്ച് ചെയ്തു കേട്ടോ. കാരണം ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികൾക്ക് ഈ ഒരു വൃദ്ധസദനത്തിൻ്റെ കാര്യമാണെങ്കിലൊക്കെ പറയുമ്പം പുതിയൊരു അറിവ് തന്നെയാണ്. അപ്പം ആ താത്ത ഇവിടെ വന്നിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തരണമെങ്കിൽ അതിൽ നല്ലൊരു ഉദ്ദേശം വെച്ചിട്ടായിരിക്കണമല്ലോ ആ താത്ത പറഞ്ഞു തന്നത്. ഇനിയുള്ള തലമുറയിലുള്ള കുട്ടികൾക്കും ഇതിനെക്കുറിച്ച് നല്ല അറിവുണ്ടാവണം.
അവരൊരപ്പനെയും ഇമ്മമാരെയും ഒന്നും അങ്ങനെ അവിടെ കൊണ്ടിടരുത് എന്നുള്ളൊരു അർത്ഥം വെച്ചിട്ടായിരിക്കണമല്ലോ താത്ത പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ഒരുപാട് നന്ദി ഇപ്പോഴത്തുള്ള കുട്ടികളോട് ഈ ഒരു കാര്യങ്ങളെക്കുറിച്ചിട്ട് എന്താ പറയുക അവർക്ക് അറിവ് കൊടുത്തതിന്. പിന്നെ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ഒരു കിടു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ദെൻ ബൈ.